ഇൻഡിഗോ വിമാന പ്രതിസന്ധിയെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള 20-ലേറെ സർവീസുകളാണ് റദ്ദാക്കിയത്. നിരവധി വിമാനങ്ങൾ വൈകുന്നത് ശബരിമല തീർത്ഥാടകരെയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരെയും എല്ലാം വലച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇൻഡിഗോ കൗണ്ടറിൽ മണിക്കൂറുകളായി കാത്തുനിൽക്കുന്ന യാത്രക്കാരുടെ അവസ്ഥയാണിത്. പ്രതിസന്ധിയിൽ രോഗികൾ ഉൾപ്പെടെ വലഞ്ഞു. അയ്യപ്പ ഭക്തരും ജോലിക്കാരും പരീക്ഷ എഴുതാൻ പോകുന്നവരുമെല്ലാം മണിക്കൂറുകളാണ് കുടുങ്ങിക്കിടന്നത്. ഇവരെ ഒരു അറിയിപ്പെങ്കിലും തരണ്ടേ. കൃത്യസമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരുടെ ബോർഡിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫ്ലൈറ്റ് ക്യാൻസലാക്കിയത്. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള കൊച്ചാ. നാളെ പോയി നാളെ കഴിഞ്ഞ് ഡ്യൂട്ടി കയറേണ്ട ആളാണ്. ഇന്ത്യക്ക് അഹമ്മദാബാദാണ് ഇപ്പോൾ കട്ടായിരിക്കുന്നത്. ആ കുട്ടിക്ക് നാളെ പരീക്ഷ എഴുതാനുള്ളതാണ്. PSCയുടെ ഗുജറാത്തിലെ പരീക്ഷ എഴുതാനുള്ളതാണ്. ഇപ്പോൾ അത് തിരുവനന്തപുരത്ത് സെമിനാറിന് വന്നതാണ്. നെടുമ്പാശ്ശേരിയിൽ മാത്രം റദ്ദാക്കിയത് 8 വിമാനങ്ങളാണ്. തിരുവനന്തപുരത്ത് 10 വിമാന സർവീസുകളെയാണ് ഇൻഡിഗോ പ്രതിസന്ധി ബാധിച്ചത്. ഞാനിപ്പോൾ 6:15 ആയപ്പോൾ എത്തിയതാണ്. 9:45 ഫ്ലൈറ്റാണ്. അപ്പം ഇതുവരെ നമുക്ക് ഇൻഡിബേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു, ക്യാൻസലേഷൻ്റെ ഒന്നും. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇല്ല, ഇന്നും നാളെ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ 8-ാം തീയതിക്ക് വേണമെങ്കിൽ റീഷെഡ്യൂൾ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ 8-ാം തീയതിയും ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. ഞാനൊരു എക്സാമിൻ്റെ ഭാഗമായിട്ട് പോവുക. കരിപ്പൂർ വിമാനത്താവളത്തിലും സർവീസുകൾ മുടങ്ങി. രാവിലെ 10-ന് പുറപ്പെടേണ്ട ഹൈദരാബാദ് വിമാനം റദ്ദാക്കി. കരിപ്പൂരിൽ നിന്നുള്ള ദുബായ്, ദമാം, ജിദ്ദ വിമാനങ്ങൾ വൈകുമെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു. കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള 2 വിമാനങ്ങൾ റദ്ദാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.